സംസാരിക്കണം. എനിക്ക് പവർ ടീമിൽ കാരണം ഞാൻ വന്നപ്പോ തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. എനിക്ക് പവർ ടീമിൽ കാരണം എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ് പുറത്താക്കേണ്ടത് പവർ ടീമിൽ നിന്ന്. ഇനിയിപ്പോ ഈ കൂട്ടത്തിൽ പുറത്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജിൻഡോ ചേട്ടന് പറയും. ജിൻഡോ ചേട്ടൻ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ചേട്ടൻ ഇപ്പൊ കണ്ടോണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആര് പറഞ്ഞു ഞാനാണ് തീരുമാനിക്കേണ്ട ആവശ്യം. അല്ലാണ്ട് ജിൻഡോ ചേട്ടനല്ല. ജിൻഡോ ചേട്ടൻ കുറെ ഒരു അഹങ്കാരമുണ്ട്. ജിൻഡോ ചേട്ടൻ എന്ത് ചെയ്താലും ഞാൻ അത്ര വലിയ ആളാണ്. അതൊക്കെ വെറും തെറ്റിദ്ധാരണ. ജിൻഡോ ചേട്ടൻ ഒന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ പ്രേക്ഷകർക്ക് അറിയുന്നതിലോ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്, പക്ഷെ ഞാനല്ല. ഓക്കെ. പിന്നെ ജിൻഡോ ചേട്ടൻ കുറെ കഥകൾ ഉണ്ടാക്കാൻ അറിയാം. നന്നായി കഥ മെനയാൻ ജിൻഡോ ചേട്ടൻ നന്നായിട്ട് അറിയാം. ഒരു കാര്യം അന്ന് സായി ചേട്ടൻ അറിയുന്ന ഒരു കാര്യമാണ്. അഭിച്ചേട്ടന്റെ കഥയില് ജിൻഡോ ചേട്ടൻ ഇവിടെ പിടിച്ചിട്ട് അതൊക്കെ വിടും. എന്നിട്ട് എന്റെ കൈമ അഭി എന്നുള്ളൊരു കഥ ഉണ്ടാക്കി. അത് കഥയാണ് കണ്ടവർക്കും നാട്ടുകാർക്കും ഒക്കെ അത് അറിയാം. നിങ്ങളുടെ ഒരു വലിയൊരു നീണ്ട ഒരു കഥയാണുള്ളത്. അപ്പൊ തൊട്ട് ഞാൻ നിങ്ങൾ നോട്ട് ചെയ്ത് തുടങ്ങിയതാ നിങ്ങളുടെ കഥയും. ജാസ്മിനെ പുറത്താക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കാരണം ജാസ്മിൻ ഓൾറെഡി പവർ ടീം കയറിയിട്ടുള്ള ആളാണ് അല്ലെ. പവർ ടീം കയറിയിട്ടുണ്ട്, ക്യാപ്റ്റൻ ആയിട്ടുള്ളത്. നോമിനേഷൻ ഫ്രീ എന്ന് പറയുന്ന കാര്യം ആ ഒരു പദവി ജാസ്മിന് മുമ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും ജാസ്മിൻ ഇനിയും ഒരു നോമിനേഷൻ ഫ്രീ എന്ന് പറയുന്നതാണ് പവർ ടീമിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. പിന്നെ ഒരു സർവാധികാരമാണ്. ആ സർവാധികാരം എനിക്ക് തോന്നുന്നു നമ്മുടെ ലാലേട്ട പറയുന്ന എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ഫയർ കിട്ടിയിട്ടുള്ള ഫയർ ഉദ്ദേശിച്ച് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടുത്തെ നിയമങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും ആ നിയമത്തിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വരെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ. അതായത് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും തെറ്റായിട്ടുള്ള പ്രവണതകളെ കാണിക്കുകയും തെറ്റായിട്ടുള്ള പ്രവണതകളുടെ ആവർത്തിക്കുകയും ചെയ്യപ്പെടുന്ന ഒരാൾ പവർ ടീമിലേക്ക് പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അതായത് നമ്മളിവിടെയുള്ള ജനങ്ങളെ ഒരു തെറ്റായിട്ടുള്ള ഒരു വ്യക്തി ഭരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സർവാധികാരം ഉപയോഗിക്കുന്ന പറയുമ്പോഴത്തേക്കും അത് ശരിയാവില്ല. അതൊരു രീതിയിലും ശരിയാവില്ല. ഒരു ജയിലിലെ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി വിട്ടിട്ട് പോലും എന്നെ ചവിട്ടുകയും നമ്മൾ ആ ജയിലിൽ കിടന്നിട്ട് അത്രമാത്രം ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും കൈകൾ അതിന് മുമ്പത്തെ ആഴ്ച ജാസ്മിൻ ജയിലിലായിരുന്നു. ജയിലിൽ നമ്മളെ ഭയങ്കരമായിട്ട് തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയും ലാലേട്ടൻ വന്നപ്പോൾ നിങ്ങൾ കുറേ അതിനെ കുറിച്ച് പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പക്ഷെ അപ്പം നിങ്ങൾ ശരിക്കും പുറത്തുനിന്ന് ഗെയിം കളിക്കാം. കാരണം പവർ റൂമിൽ കയറാനുള്ള ഒരു യോഗ്യത പോലും താങ്കളില്ലെന്ന് ഞാൻ പറയാം. ഓക്കെ. എന്റെ നോമിനേഷൻ പറയുന്നത് ജിൻഡോയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ജിൻഡോയെ പറയുന്നത് വെച്ചാൽ ഇവിടെ കളിക്കാൻ പോലും യോഗ്യത ഉള്ളതായിട്ട് എനിക്ക് തോന്നാത്തൊരു വ്യക്തിയാണ് ജിൻഡോ. പ്രത്യേകിച്ച് പവർ റൂമിൽ കയറാൻ യാതൊരു യോഗ്യതയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 ആഴ്ച